എല്ലാവർക്കും നമസ്കാരം. ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കാനായി തയ്യാറാക്കിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പുസ്തകങ്ങളുടെ ഡാറ്റ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ചിലർക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ച പരിചയം ഉണ്ടാവും. എന്നാൽ ഗൂഗിൾ ഫോം ഉണ്ടാക്കാനും ഗൂഗിൾ ഫോമിൽ പലരും പൂരിപ്പിച്ച വിവരങ്ങൾ ഒരു എക്സൽ ഫയലായി ഡൗൺലോഡ് ചെയ്യാനും അറിയാവുന്നവർ താരതമ്യേന കുറവാണ്. പുസ്തക വിവരങ്ങളുടെ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഗൂഗിൾ ഫോം നിർമ്മിക്കാനും ഡാറ്റ എൻട്രി ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാനും അവർ എൻട്രി നടത്തിയ വിവരങ്ങൾ ഒരു എക്സൽ ഫയലായി ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പരിശീലിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ് ഒക്കെ പോലെ ഗൂഗിൾ എഡിറ്റേഴ്സ് സ്വീറ്റിൻ്റെ ഭാഗമാണ് ഗൂഗിൾ ഫോം. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഡ്രൈവിലാണ് ഗൂഗിൾ ഫോമുകൾ സേവ് ചെയ്യുന്നത്. ലൈബ്രറികളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷമാണ് ഡാറ്റ എൻട്രിക്കുള്ള ഗൂഗിൾ ഫോം നിർമ്മിക്കേണ്ടത്. ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലോഗിൻ ചെയ്യാൻ ആദ്യം കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം തുറന്ന് gmail.com എന്ന വെബ്സൈറ്റ് തുറക്കുക. ലൈബ്രറിയുടെ ഇമെയിലും പാസ്വേഡും നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തതായിട്ട് കാണാം. ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മേലെ വലത്തെ ഭാഗത്തായിട്ട് ലൈബ്രറിയുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഉള്ളതിൻ്റെ തൊട്ടടുത്ത് 9 കുത്തുകളുള്ള ഒരു ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൻ്റെ എല്ലാ സേവനങ്ങളുടെയും ഐക്കണുകൾ കാണാം. അതിൽ താഴെയായിട്ട് ഗൂഗിൾ ഫോം ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോമിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. ഇതാണ് ഗൂഗിൾ ഫോമിൻ്റെ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് കുറേ സാമ്പിളുകൾ ആദ്യമേ തന്നെ ഗൂഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാം. ഈ സാമ്പിളുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ബ്ലാങ്ക് ഫോം ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വേണം ഡാറ്റ എൻട്രിയുടെ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ. അടുത്തത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഗൂഗിൾ ഫോമിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ മാതൃക എക്സൽ ഫയലിലെ ബുക്സ് എന്ന ഷീറ്റിലുള്ള കോളങ്ങളുടെ അതേ പേര് തന്നെയാണ് ഗൂഗിൾ ഫോമിൽ ചോദ്യങ്ങളായി നൽകേണ്ടത്. ഇക്കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഗൂഗിൾ ഫോമിൽ പൂരിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്കൊരു എക്സൽ ഷീറ്റായി ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഗൂഗിൾ ഫോമിൽ നമ്മൾ നൽകുന്ന ചോദ്യങ്ങളുടെ അതേ കോളങ്ങളാണ് ഈ എക്സൽ ഫയലിൽ ഉണ്ടാവുക. അപ്പോൾ എക്സൽ ഫയൽ നമുക്ക് നേരെ പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ മാതൃക എക്സൽ ഷീറ്റിലുള്ള അതേ കോളങ്ങൾ തന്നെ വേണം നമ്മൾ ഗൂഗിൾ ഫോമിൽ ചോദ്യങ്ങളായി കൊടുക്കാൻ. നമ്മൾ പുതിയ ഗൂഗിൾ ഫോം ഉണ്ടാക്കാനുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺടൈറ്റിൽഡ് ഫോം എന്നൊരു ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചോദ്യവും ഗൂഗിൾ ആദ്യമേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ അൺടൈറ്റിൽഡ് ഫോം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് ഫോമിൻ്റെ പേര് കൊടുക്കാം. ഉദാഹരണത്തിന് ദേശസേവനി ഡാറ്റ എൻട്രി എന്ന് ഗൂഗിൾ ഫോമിൽ നമുക്ക് പേര് കൊടുക്കാം. ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം സ്റ്റോക്ക് നമ്പറാണ്. അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റോക്ക് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യണം. ചോദ്യത്തിൻ്റെ പേര് കൊടുക്കുന്നതിൻ്റെ തൊട്ട് വലത്തെ ഭാഗത്തായിട്ട് ഏത് തരത്തിലാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് എന്ന ഓപ്ഷൻ അവിടെ നൽകിയിട്ടുണ്ടാവും. നമുക്ക് ഗൂഗിൾ ഫോമിൽ വിവരങ്ങൾ എഴുതുക മാത്രമല്ല ഒരു ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാനും കലണ്ടറിൽ തീയതി തിരഞ്ഞെടുക്കാനൊക്കെയുള്ള ഓപ്ഷനുകളുണ്ട്. സ്റ്റോക്ക് നമ്പർ 5-6 അക്കങ്ങളുള്ള ഒരു വിവരമായതുകൊണ്ട് നമുക്ക് അവിടെ ഷോർട്ട് ആൻസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് നമ്പർ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു വിവരമായതുകൊണ്ട് റിക്വയർഡ് എന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കണം. ഇങ്ങനെ ചെയ്യുന്നതോടെ സ്റ്റോക്ക് നമ്പർ പൂരിപ്പിക്കാതെ ഒരു പുസ്തകത്തിൻ്റെ ഡാറ്റ എൻട്രി പൂർത്തിയാക്കാൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് കഴിയില്ല. സ്റ്റോക്ക് നമ്പറിൽ അക്കങ്ങൾ മാത്രമേ പാടൂ എന്നുള്ളതുകൊണ്ട് അക്കങ്ങളല്ലാത്ത ഒന്നും ടൈപ്പ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നമ്പറിൻ്റെ കോളം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് റിക്വയർഡ് ഓപ്ഷൻ്റെ തൊട്ട് ചേർന്നുള്ള 3 കുത്തുകളുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെനു കാണാം. ആ മെനുവിൽ റെസ്പോൺസ് വാലിഡേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്പർ എന്ന് തിരഞ്ഞെടുക്കുക. അതായത് ഈ ചോദ്യത്തിൽ നമ്പർ മാത്രമേ നൽകാൻ പാടൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത കോളത്തിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നൊക്കെ കാണാം. അതിൽ ഈസ് നമ്പർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് നമ്പറിൻ്റെ കോളത്തിൽ അക്കങ്ങളല്ലാതെ മറ്റെന്ത് വന്നാലും ഫോം സബ്മിറ്റ് ചെയ്യാൻ ഗൂഗിൾ ഫോം സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് എത്ര എളുപ്പമായി നോക്കൂ. അബദ്ധത്തിൽ സ്റ്റോക്ക് നമ്പർ പൂരിപ്പിക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്പറിൽ അബദ്ധത്തിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഗൂഗിൾ ഫോം തന്നെ ആ തെറ്റ് കണ്ടെത്തുന്നു മാത്രമല്ല അത് ശരിയാക്കിയ ശേഷം മാത്രമേ ആ ബുക്കിൻ്റെ ഡാറ്റ എൻട്രി സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഡാറ്റ എൻട്രി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രമല്ല തെറ്റുകൾ കണ്ടെത്താനും തെറ്റുകൾ പരമാവധി കുറച്ചുകൊണ്ട് മാത്രം ഡാറ്റ എൻട്രി നടത്താനും ഗൂഗിൾ ഫോം നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റോക്ക് നമ്പർ എന്ന ചോദ്യത്തിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് 6 ഐക്കണുകളുള്ള ഒരു സ്ട്രിപ്പ് കാണാം. അതിൽ ആദ്യത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ നമ്മൾ മാതൃക എക്സൽ ഷീറ്റിലെ അടുത്ത കോളമായ കോൾ നമ്പറാണ് ചോദ്യമായി ചേർക്കുന്നത്. കോൾ നമ്പറും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ്. കോൾ നമ്പർ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട കോളം അല്ലാത്തതുകൊണ്ട് നമുക്ക് റിക്വയർഡ് എന്ന ഓപ്ഷൻ ഓഫ് ആക്കാം. ഏതെങ്കിലും ലൈബ്രറികളിൽ കോൾ നമ്പർ നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻ ഓൺ ആക്കി വെക്കുകയും ചെയ്യാം. ഇതേപോലെ ടൈറ്റിൽ, ഓതർ തുടങ്ങിയ ചോദ്യങ്ങളും ഷോർട്ട് ആൻസർ ചോദ്യങ്ങളായി നമുക്ക് ഉണ്ടാക്കാം. രണ്ടിനും റിക്വയർഡ് ഓപ്ഷൻ ഓൺ ആക്കാൻ ശ്രദ്ധിക്കണം.
ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ലാംഗ്വേജ് എന്ന ചോദ്യമാണ്. ലാംഗ്വേജ് ഒരു ഷോർട്ട് ആൻസർ ചോദ്യമായി സെറ്റ് ചെയ്യുന്നതിൽ നല്ലത് ഡ്രോപ്പ് ഡൗൺ ആക്കി സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റും. ടൈപ്പ് ചെയ്യുന്നതിലെ തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. ലൈബ്രറിയിലുള്ള ഭാഷകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ലാംഗ്വേജ് എന്ന് എഴുതിയതിന് താഴെ ഒന്നാമത്തെ ഓപ്ഷനായി നമുക്ക് മലയാളം കൊടുക്കാം. അടുത്ത ഓപ്ഷൻ ഇംഗ്ലീഷ് കൊടുക്കാം. അടുത്തത് ഹിന്ദി കൊടുക്കാം. അങ്ങനെ ഏതൊക്കെ തരം ഭാഷകളിൽ പുസ്തകങ്ങളുണ്ടോ അത്രയും ഭാഷകൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ ചോദ്യം പൂരിപ്പിക്കുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളം അല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് റിക്വയർഡ് ഓപ്ഷൻ വേണമെങ്കിൽ ഓഫാക്കി വെക്കാം. പൂരിപ്പിക്കണമെന്ന് ലൈബ്രറികൾക്ക് ഉണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കുകയും ചെയ്യാം. ഇതേപോലെ വിഭാഗം എന്ന ചോദ്യവും ഡ്രോപ്പ് ഡൗൺ ആയി ഉണ്ടാക്കാം. ഇതുപോലെ പ്രൈസ്, പബ്ലിഷർ, എഡിഷൻ, ഷെൽഫ്, ബാർകോഡ് എല്ലാം ഷോർട്ട് ആൻസർ ചോദ്യങ്ങളാണ്. പിന്നീട് ടൈപ്പ് എന്ന ചോദ്യം ഡ്രോപ്പ് ഡൗൺ ആണ്. ഇതിൽ നോർമൽ, റെഫറൻസ്, ഇ ബുക്ക്, CD, മാഗസിൻ, ന്യൂസ് പേപ്പർ എന്നീ ഓപ്ഷനുകളൊക്കെ നൽകാം. പിന്നീട് എക്സ്ട്രാ സബ്ജക്ട്സ്, സോഴ്സ് എന്നീ ചോദ്യങ്ങൾ ഷോർട്ട് ആൻസറായി നൽകാം. അടുത്ത ചോദ്യം പർച്ചേസ് ഡേറ്റ് ആണ്. ഏത് തീയതിയിലാണ് പുസ്തകം വാങ്ങിയത് എന്ന വിവരമാണ് ഇവിടെ ചേർക്കേണ്ടത്. പർച്ചേസ് ഡേറ്റ് എന്ന ചോദ്യത്തിന് പേര് കൊടുത്ത ശേഷം വലത്തെ ഭാഗത്തുള്ള ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തീയതി തിരഞ്ഞെടുക്കാനുള്ള കോളമായി മാറും. ഓപ്പറേറ്റർ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കലണ്ടറാണ് കാണിക്കുക. ഈ കലണ്ടറിൽ നിന്ന് അവർക്കൊരു തീയതി തിരഞ്ഞെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി വൗച്ചർ നമ്പർ, റിമാർക്സ് എന്നീ ചോദ്യങ്ങൾ ഷോർട്ട് ആൻസർ ചോദ്യങ്ങളായി ഉണ്ടാക്കിയാൽ പുസ്തക ഡാറ്റ എൻട്രിക്ക് വേണ്ട ഗൂഗിൾ ഫോം തയ്യാറായി. ഇങ്ങനെ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കും ഈ ഗൂഗിൾ ഫോമിൻ്റെ കോപ്പികൾ ഉണ്ടാക്കി അതിൻ്റെ ലിങ്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ചെയ്യുന്ന പുസ്തകങ്ങൾ നമുക്ക് പ്രത്യേകം എക്സൽ ഫയലുകളായിട്ട് തന്നെ കിട്ടും. തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ആരാണ് ഈ തെറ്റ് വരുത്തിയെന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഗൂഗിൾ ഫോമിൻ്റെ കോപ്പികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫോം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ജിമെയിൽ ലോഗിൻ ചെയ്ത് ആപ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോമിൻ്റെ പേജിലേക്ക് എത്തും. അവിടെ നമ്മുടെ ഡ്രൈവിലുള്ള ഗൂഗിൾ ഫോമുകളെല്ലാം കാണാം. അതിനകത്ത് നമ്മൾ കോപ്പി ചെയ്യേണ്ട ഗൂഗിൾ ഫോമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ ഗൂഗിൾ ഫോം തുറക്കുക. എന്നിട്ട് മേലെ വലതുവശത്തുള്ള 3 കുത്തുകളുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെനു തുറന്നു വരും. അതിൽ മേക്ക് കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് പേരിലാണ് ഈ കോപ്പി സേവ് ചെയ്യേണ്ടത് എന്നൊരു കോളം ഉണ്ട്. അതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ പേര് നൽകുക. ഏത് ഫോൾഡറിലേക്കാണ് ഈ ഫോം സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുത്തിട്ട് മേക്ക് കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡറിലേക്ക് ഗൂഗിൾ ഫോം ആ പേരിൽ സേവ് ചെയ്യപ്പെടും. ഇനി ഗൂഗിൾ ഫോമിലെ ചില സെറ്റിംഗ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗൂഗിൾ ഫോമിൽ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോമിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിൽ 2 സെറ്റിംഗ്സ് മാത്രമേ നമ്മൾ നിർബന്ധമായും പരിശോധിക്കേണ്ടതുള്ളൂ. ആദ്യത്തേത് റെസ്പോൺസ് എന്ന ഈ സെക്ഷനിലെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന ഓപ്ഷൻ ഓഫ് ആണ് എന്നുള്ളതാണ്. ഇത് ഓഫ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ വിവരം മാത്രമേ ഒരു ഓപ്പറേറ്റർക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഓഫ് ആക്കി വെക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കണം. അടുത്തത് പ്രസൻറ്റേഷൻ എന്ന സെക്ഷനിലെ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്ന ഓപ്ഷൻ ഓൺ ആക്കണം എന്നുള്ളതാണ്. ഇത് ഓൺ ആക്കി വെച്ചാൽ ഒരു പുസ്തക വിവരം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് എൻട്രി ചെയ്യാനുള്ള ലിങ്ക് ഈ ഓപ്പറേറ്റർക്ക് സ്ക്രീനിൽ കാണും. വീണ്ടും വാട്സാപ്പിലോ ഇമെയിലോ എടുത്തിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതില്ല. ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് നമ്മൾ ഈ കോപ്പി എടുത്ത ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നാണ് നമ്മളടുത്ത് നോക്കുന്നത്. മേലെ വലതുവശത്തായിട്ട് സെൻഡ് എന്ന് പറഞ്ഞ വയലറ്റ് നിറത്തിലുള്ള ഒരു ബട്ടൺ കാണാം. മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു വിമാനത്തിൻ്റെ ഒരു ട്രയാങ്കിൾ പോലെ ചരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഐക്കണായിട്ടാണ് കാണുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ തുറന്നു വരും. അതിൽ സെൻഡ് വയ എന്ന സെക്ഷനിൽ രണ്ടാമത്തെ ഐക്കൺ ഒരു ചങ്ങലക്കണ്ണിയുടെ ചിത്രമുള്ള ഐക്കണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൻ്റെ താഴെ കോപ്പി എന്ന് പറഞ്ഞൊരു ബട്ടണും കാണാം. ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക് നമുക്ക് വാട്സപ്പിലോ ഇമെയിലോ ഒക്കെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഡാറ്റ എൻട്രി ചെയ്യുന്നവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഗൂഗിൾ ഫോം കാണാനും അതിൽ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാനും പറ്റും. എന്താണ് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഗൂഗിൾ ക്രോമിൽ ഈ ലിങ്ക് തുറന്നാൽ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയ പോലത്തെ ചോദ്യങ്ങൾ കാണാം. നമ്മളുടെ ഉള്ളൊരു പുസ്തകത്തിൻ്റെ വിവരങ്ങൾ ഈ ഗൂഗിൾ ഫോമിൽ ചേർത്തി സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം സ്റ്റോക്ക് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തു, കോൾ നമ്പർ ടൈപ്പ് ചെയ്തു,
പുസ്തകത്തിൻ്റെ പേര് ആടുജീവിതം എന്ന് ടൈപ്പ് ചെയ്തു. ഓഥർ ടൈപ്പ് ചെയ്തു. വിഭാഗം നോവൽ. ഭാഷ മലയാളം. പബ്ലിഷർ DC. എഡിഷൻ 5. വില 300. ഷെൽഫ് A1 2. ഇങ്ങനെ വിവരങ്ങൾ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്ത ഈ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ ഗൂഗിൾ ഫോമിൽ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഈ വിവരങ്ങൾ ഒരു എക്സൽ ഫയലിൽ ലഭിക്കാൻ എന്ത് ചെയ്യണം നോക്കാം. ഫോമിൻ്റെ പേജിൽ റെസ്പോൺസസ് എന്ന ടാബിൽ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത ഈ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ കാണാം. ഇതിൽ ലിങ്ക് ടു ഷീറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ എക്സൽ ഫയലിലേക്ക് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്ത വിവരങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കും. ഈ ലിങ്ക് ടു ഷീറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷനിൽ ഫയലിൻ്റെ പേര് നൽകി ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റ് തുറന്നു വരുന്നത് കാണാം. ഈ സ്ക്രീൻ കണ്ടാൽ എക്സൽ സോഫ്റ്റ്വെയർ പോലെ തോന്നുമെങ്കിലും ഇത് എക്സൽ അല്ല, ഗൂഗിൾ നിർമ്മിച്ച എക്സൽ പോലെയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ ഷീറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വിവരങ്ങൾ സേവ് ചെയ്യുന്ന ഷീറ്റിൻ്റെ പേര് ഫോം റെസ്പോൺസസ് എന്ന് കാണാം. നമ്മൾ ഗൂഗിൾ ഫോമിൽ കൊടുത്ത ചോദ്യങ്ങളുടെ അതേ പേരുകളിൽ കോളങ്ങളും കാണാം. ഇതും മാതൃക എക്സൽ ഷീറ്റിലുള്ള ബുക്സ് എന്ന ഷീറ്റിലുള്ള അതേ കോളങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാക്കണം. ഈ ഗൂഗിൾ ഷീറ്റ്സ് ഫയൽ നമുക്കൊരു XLSX ഫയലായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് മേലെ കാണുന്ന ഫയൽ മെനുവിൽ ഡൗൺലോഡ് ഓപ്ഷനിലെ മൈക്രോസോഫ്റ്റ് XLSX എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ നമുക്ക് വേണ്ട ഒരു ഫോൾഡറിലേക്ക് ഈ XLSX ഫയൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപേ ഈ ഷീറ്റിൻ്റെ പേര് ഫോം റെസ്പോൺസസ് എന്ന് മാറ്റി ബുക്സ് എന്നാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ വിവരങ്ങൾ ചേർത്തിരിക്കുന്ന കോളങ്ങൾ മാതൃക എക്സൽ ഫയലിലുള്ള അതേ കോളങ്ങളാണ് എന്നും ഉറപ്പാക്കണം. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ഡാറ്റ എൻട്രി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ ശേഷം ഈ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ അയാൾ അതുവരെ ചെയ്ത എല്ലാ വിവരങ്ങളും അതിൽ കാണാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷീറ്റിൻ്റെ പേരും കോളങ്ങളുടെ പേരും ഉറപ്പുവരുത്തിയതിന് ശേഷം പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഗൂഗിൾ ഫോം എല്ലാവർക്കും പരിചയമുള്ള ഒരു സംവിധാനമാണ്. നമ്മുടെ ലൈബ്രറിയുടെ ചുറ്റുപാടുള്ള ഒരുപാട് പേര് ഗൂഗിൾ ഫോം ഉപയോഗിച്ചവരും ഗൂഗിൾ ഫോം ഉണ്ടാക്കിയവരും ഒക്കെ ഉണ്ടാവും. അധ്യാപകരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് ഗൂഗിൾ ഫോം. ലൈബ്രറിന് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും ഇതേപോലെ ലൈബ്രറിയുടെ പരിചയത്തിലുള്ള അധ്യാപകരോടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടോ ഒക്കെ സഹായം ആവശ്യപ്പെടാം. സാങ്കേതികവിദ്യ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇങ്ങനെ സഹായം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പരിചയത്തിലുള്ള കമ്പ്യൂട്ടറുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ഈ ഡോക്യുമെൻറ്റുകളൊക്കെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് നോക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത് തരും. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഫോം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തെറ്റുകളില്ലാതെ ഡാറ്റ എൻട്രി പൂർത്തിയാക്കുക എന്നാണ് പബ്ലിക്കിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.